ഹൈ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത RCC എന്നുള്ള ടോപ്പിക്കിൽ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സിൽ വരുന്ന ഫ്ലക്ചർ, അതുപോലെ തന്നെ അനാലിസിസ് ഓഫ് സിംപ്ലി റീഇൻഫോഴ്സ്ഡ് ബീംസ് ഒക്കെയാണ്. അപ്പോൾ നമ്മൾ അതിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQs ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് മാക്സിമം സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് ഫോർ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ഇൻ ഫ്ലക്ചർ അറ്റ് ദ കംപ്രഷൻ ഫൈബർ? അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഔട്ടർ മോസ്റ്റ് ഫൈബറിലുള്ള കംപ്രഷൻ എത്രയാണ്? 0.0035 ആണ് അല്ലേ? മാക്സിമം സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് അറ്റ് ഔട്ടർ മോസ്റ്റ് ഫൈബർ എത്രയാണ്? 0.0035 ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓപ്ഷൻ എ 0.0035 ആണ് ആൻസറായിട്ട് വരുന്നത്. Next, what is the value of maximum compressive stress in concrete for design purpose according to limit state method? എത്രയാണ്? 0.45 FCK ആണ്. ഓപ്ഷൻ ബി 0.45 FCK ആണ് സ്ട്രൈറ്റ് വരുന്നത്. Next question, which of the following equation is used to determine the depth of neutral axis according to IS 456-2000? അപ്പോൾ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് എത്രയാണ്? 0.87 FIAST ഡിവൈഡ് ബൈ 0.36 FCK BD. അപ്പോൾ ആൻസറായിട്ട് വരുന്നത് എന്താണ്? ഓപ്ഷൻ ഡി 0.87 FIAST ഡിവൈഡഡ് ബൈ 0.36 FCK BD ആണ്. ഓക്കെ. Next question, which of the following equation is used for the moment of resistance when the value of XU by D is less than the limiting value? അപ്പോൾ XU by D less than the limiting value എന്ന് പറയുമ്പോൾ എന്താണ്? അണ്ടർ ഇൻഫോഴ്സ്ഡ് ആണ്. അണ്ടർ ഇൻഫോഴ്സ്ഡ് വരുമ്പോൾ എന്താണ്? AST വരുന്ന ഇക്വേഷനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു. മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്? 0.36 FIAST D into 1 minus AST by PD into FI by FCK ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് സ്ട്രൈറ്റ് വരുന്നത്. What modulus of concrete has same value within the limits of deformation of the member? സ്ട്രൈറ്റ് വരുന്നത് എന്താണ്? ഓപ്ഷൻ ബി ഇലാസ്റ്റിക് ആണ്. ഓക്കെ. Next question, the reinforcement doesn't dash from concrete surrounding it. എന്താണ്? ഓപ്ഷൻ ബി സ്ലിപ്പാണ് ആൻസറായിട്ട് വരുന്നത്. What is the ratio of the strength of material to the permissible stress is called? ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സിൽ ഫ്ലക്ചർ എന്നുള്ള ടോപ്പിക്കാണ് എടുത്തത്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വൃത്തിയായിട്ട് പഠിക്കുക. ആ ഒരു ടേബിള് എന്താണ്? സ്റ്റീലിൻ്റെ ഗ്രേഡ് എക്സ് ലിമിറ്റും വരുന്ന ആ ടേബിൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. അതുപോലെ തന്നെ കുറച്ച് വാല്യൂസ്, അത് ഔട്ടർ മോസ്റ്റ് ഫൈബറിൽ വരുന്ന മാക്സിമം സ്ട്രെയിൻ്റെ വാല്യൂസ്, കോൺക്രീറ്റിൻ്റെ വാല്യൂസ്, അതുപോലെ തന്നെ സ്ട്രെസ്സിൻ്റെ വാല്യൂസ്, ഇതെല്ലാം വൃത്തിയായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻ്റ് ഇക്വേഷൻ, 2 ഇക്വേഷൻസ്, അതുപോലെ തന്നെ കംപ്രസീവ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ, ഇതെല്ലാം വൃത്തിയായിട്ട് പഠിക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചാൽ ക്ലിയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.